നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ചോറൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ട സ്പൈസസ് ഒക്കെ എടുക്കാം. അതിനായിട്ട് കുറച്ച് കറുകപ്പട്ട, ഒരു 4-5 ഏലക്കായ, അതുപോലെ തന്നെ 5-6 ഗ്രാമ്പു, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 നുള്ളു ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടേബിൾ സ്പൂൺ മല്ലി, ബേ ലീവ്സ്, പിന്നെ പച്ചമുളക്, ഒരു 5-8 പച്ചമുളക്, 2 പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എഗ്ഗിൻ്റെ മസാല തയ്യാറാക്കാനും വേണം, പിന്നെ കുറച്ച് റൈസിലേക്ക് ചേർക്കാനുമായിട്ട് എടുക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഉപ്പിടണം കേട്ടോ. നല്ല ഉപ്പുണ്ടാവണം, എങ്കിലേ ചോറിൽ നമുക്ക് നല്ല ഉപ്പുണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു മുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു, കുറച്ചൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലൂടെ ഒഴിച്ചു കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്ത പേസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടാകും, അതുപോലെ നല്ല ഉപ്പുണ്ടാകും. പിന്നെ ഈ മസാലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം 1 കിലോ ബാസ്മതി റൈസ് ഒരു 15 മിനിറ്റ് നന്നായി കഴുകി കുതിർത്തതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 6 to 7 മിനിറ്റ്സിനുള്ളിൽ കുക്കായി വരും. അതായത് ഓവറായിട്ട് കുക്കായി പോകരുത്. അരി അങ്ങ് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ബിരിയാണി ഇങ്ങനെ കുഴഞ്ഞു പോകും, അതൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഒരു 3/4 വേഗം ആകുമ്പോൾ തന്നെ നമുക്ക് റൈസ് കോരി മാറ്റണം. കണ്ട, ഒരു അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് അങ്ങ് കുക്കായി പോയിട്ടില്ല. ഒരു 3/4 വേഗം ആയപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗീയും, 1 ടേബിൾ സ്പൂൺ ഗീയും ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടെ ചേർക്കുന്നു. നെയ്യും വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ട് ആദ്യം നമുക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 3 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സവാള വഴറ്റുമ്പോൾ കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് റൈസ് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ബാക്കി നമുക്ക് മസാലയിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ഒരു തക്കാളി സ്ലൈസ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നല്ല മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് വേണ്ടത്. ഒരുപാട് പുളിയുള്ള തൈരാണ് ചേർക്കുന്നതെങ്കിൽ ചെറുനാരങ്ങ നീര് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എടുത്ത തൈരിന് അധികം പുളി ഇല്ലാത്തത് കൊണ്ട് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുന്നു കേട്ടോ. ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് പാകമായിട്ട് വരണം. ആ ഒരു പാകമായതിനു ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർക്കാം. പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട
ഞാനിപ്പോൾ ഒരു 5-6 മുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് മുട്ടയും ഈ മസാലയൊക്കെ കൂടെ ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പും എരിവും പുളിയും ഒക്കെ നല്ല പാകത്തിന് ഉണ്ടാവണം. ആ ഒരു പാകം ആയതിനു ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ സൈഡിലൊക്കെ ഈ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല പാകത്തിന് നല്ലൊരു മണം മസാലയ്ക്ക് വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമേ ദമ്മിടാൻ പാടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ എടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്തിട്ടാണ് ഇതിൻ്റെ കളർ ഉണ്ടാക്കിയെടുത്തത്, ഗാർണിഷ് ചെയ്യാനുള്ള കളർ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അതിപ്പോൾ സാഫ്രോൺ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഫുഡ് കളർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് മുട്ടയുടെ മസാലയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ലെയർ ബൈ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചോറിട്ട് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ പാലും മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടെ ചേർത്ത് ആ മിശ്രിതം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യിൽ റൈസിൻസ് ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തെടുത്തത് കുറച്ചിട്ടു. ആ നെയ്യും ഉണക്കമുന്തിരിയും കൂടിയാണ് ഇട്ടത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഇട്ടു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയില്ലേ അതൊന്ന് കുറച്ചിട്ടു, ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള അതിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ റൈസ് നിരത്തിയിടുക. അതിലേക്ക് വീണ്ടും കളറിന് ആവശ്യമായിട്ടുള്ള സംഗതി ഒഴിക്കുക. പിന്നെ എന്താണ് നമ്മുടെ മുന്തിരിയും നെയ്യും കൂടെ വറുത്തെടുത്തിട്ടുള്ളത് ഒഴിക്കുക. മല്ലിയില പുതിനയില ഇടുക. ഇതെല്ലാം ഇട്ടിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇട്ടൊരു 20 മുതൽ 30 മിനിറ്റ് വരെ അടിയിലൊരു അടി കട്ടിയുള്ളൊരു പഴയ തവ വെച്ചിട്ട് നമ്മുടെ ഈ റൈസ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ദം ചെയ്തെടുക്കണം കേട്ടോ. ഞാനൊരു 20-25 മിനിറ്റൊക്കെ ആയപ്പോഴാണ് ഇത് ഓപ്പൺ ആക്കി കേട്ടോ. ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടോ നല്ല മണം വരുന്നുണ്ട്. ബിരിയാണിയുടെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്നി, ഞാനൊരു മല്ലിയില ചട്നിക്കും റൈത്തയ്ക്കും പിന്നെ മാങ്ങ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും അച്ചാറുണ്ടെങ്കിൽ അതിനൊപ്പമായിട്ടാണ് ഇന്നത്തെ ലഞ്ച് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.